സ്നേഹം താണിറങ്ങി താരം ചിമ്മി നിന്നു ദൈവം ജാതനായി മന്നി. ഒരു വാർത്ത എന്നും എക്കാലത്തും അടിച്ചമർത്തപ്പെട്ടവരോട് പറയുമ്പോഴാണ് അത് സദ്വാർത്തയാകുന്നത്. ദൈവത്തിന് സന്ദേശവുമായി അയക്കപ്പെട്ട മാലാഖ പോകുന്നത് ജെറുസലേമിന്റെ പ്രധാന നഗരത്തിലേക്കല്ല, മറിച്ച് ആരാരും കടന്നു ചെല്ലാത്ത അന്ന് 2000 കിലോമീറ്റർ ദൂരത്തായിരുന്ന ഒരു ചെറിയ നഗരത്തിലേക്കാണ്. അങ്ങനെ ആ നഗരത്തിന് സദ്വാർത്ത ലഭിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ ആട്ടിടയർ എന്ന വിഭാഗം ദേശങ്ങൾ തോറും പര്യടനം നടത്തുന്ന ഒരു വിഭാഗമാണ്. കള്ളന്മാർ എന്നും കൊള്ളക്കാർ എന്നും അവർ പലപ്പോഴും പരിഹാസത്തോടെ വിളിക്കപ്പെട്ടിരുന്നു. അവർക്കാണ് മാലാഖ പ്രത്യക്ഷപ്പെടുക. ഒരു രക്ഷകൻ ജനിച്ചുവെന്ന വാർത്ത മാലാഖ അവരെ അറിയിക്കുമ്പോൾ ഇടയന്മാർക്ക് അത് സദ്വാർത്തയായി. കാരണം ഇടയന്മാരുടെ നേതാവായ ഒരു ഇടയൻ വന്ന് തങ്ങളെ രക്ഷിക്കുമെന്ന് ആ ഇടയ സമൂഹം സ്വപ്നം കണ്ടു. ആ ഇടയനെ നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. മുറിവേറ്റ കുഞ്ഞാടിനെ തോളിലേറ്റി പോകുന്ന ഇടയൻ, നഷ്ടപ്പെട്ടതിനെ തിരയാൻ പോകുന്ന ഇടയൻ, ജനതകൾ കാത്തിരുന്ന നക്ഷത്രം, അടിച്ചമർത്തപ്പെട്ടവർക്കുള്ള രക്ഷകൻ, പ്രവചനങ്ങൾ പൂർത്തിയാക്കുവാൻ വരുന്ന പ്രവാചകൻ. ഇതായിരുന്നു കാലം കാത്തുവെച്ച സദ്വാർത്ത. ഇന്നിന്റെ കാലത്തും എവിടെയൊക്കെയോ ജനങ്ങൾ വാർത്തകൾ കേൾക്കുന്നുണ്ട്. എന്നാൽ വാർത്തയേക്കാൾ ആ വാർത്തകൾ സദ്വാർത്തയാകണമെന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കും ആശംസിക്കാം, വാർത്തകൾ സദ്വാർത്തകളാകട്ടെ. പ്രതീക്ഷ നഷ്ടപ്പെടാതെ സദ്വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. എന്നാൽ ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.